മാങ്ങാക്കാലമൊക്കെ കഴിയാറായില്ലേ? അപ്പോൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈസി ആയിട്ടൊരു പുഡിങ് ഉണ്ടാക്കിയാലോ? ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കോൺഫ്ലവർ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു വലിയ മാങ്ങയാണ്. ആ മാങ്ങ തൊലി ചെത്തിയെടുക്കാം. തൊലി ചെത്തിയ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചിട്ട് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. അപ്പോൾ നമുക്ക് പാലും പിന്നെ വേണ്ടത് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം. അരച്ച് വെച്ച പേസ്റ്റ് ഇനി നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അടിയിലൊന്നും പിടിക്കാണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കാം. ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കൊന്നും വേണ്ട. എന്നിട്ട് നമുക്കിതിലേക്ക് കോൺഫ്ലവർ മിക്സ് ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. പിന്നെ കൈ എടുക്കാണ്ട് ഇളക്കിയും കൊണ്ടിരിക്കണം. ഒരു കൈ കൊണ്ട് ഒഴിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവാകും. ഒന്ന് തിളച്ചൊക്കെ വരും. പിന്നെ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഒന്ന് തിക്കായിട്ട് കുറുകിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഏതിൽ ഒഴിച്ചാണോ സെറ്റാവാൻ വെക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ഇതൊന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നെയ്യ് കുറച്ച് തടവിയിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനിയാണ് ടാസ്ക്. നമ്മളൊരു 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നെപ്പോലെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എടുക്കുമ്പോൾ കുറച്ച് അല്ലറ ചില്ലറ ഡാമേജുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വെക്കുമ്പോഴത്തേക്കും ഇത് ഏകദേശം സെറ്റായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 1-1.5 മണിക്കൂറായപ്പോഴത്തേക്കും അത് എടുക്കാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് എടുത്തതാണ്. അപ്പോൾ മുകളിൽ ഇതാ കുറച്ചൊന്ന് സെറ്റാവാണ്ടായിരുന്നു. എന്നാലും ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.